യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണല്ലോ. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാന്ന് കരുതി വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് റോസ്മേരി ഓയിൽ, എസെൻഷ്യൽ ഓയിലിന്റെ കാര്യം പറയാന്ന് കരുതി. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും റോസ്മേരി എസെൻഷ്യൽ ഓയിൽ വളരെ പ്രിയപ്പെട്ടതായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയും ഇതിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഞാൻ ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആൽസ് ഗുഡ്നെസിന്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം കേട്ടോ. നമ്മുടെ തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫിനെതിരെ ഇത് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അപ്പം ഇത് ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഡാൻഡ്രഫ് പോകാനൊക്കെ വളരെ നല്ല ഒരു ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഓരോ ഇഴകളെയും നല്ലതായിട്ട് നറിഷ് ചെയ്ത് വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ റോസ്മേരി ഓയില് ഒരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. നമ്മുടെ തലയിലുണ്ടാകുന്ന പ്രിമച്ചർ വൈറ്റനിങ്ങും ഡാൻഡ്രഫും ഒക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഈ റോസ്മേരി ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ റോസ്മേരി എസെൻഷ്യൽ ഓയിലിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം എന്തൊക്കെയാണ്. ആദ്യം തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രം ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്ത് നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഓയിലിന്റെ കൂടെ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്തായാലും ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ റേഷ്യോ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത് ചെയ്തുകൂടാത്ത കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ റേഷ്യോ പറയാം. അപ്പൊ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തുകൂടാത്തെ എന്ന് നമുക്ക് നോക്കാം. ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിൽ നമ്മൾ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് പൊള്ളല് അല്ലാതെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള സ്കിന്നിൽ നമ്മൾ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാൻ ആൾറെഡി പറഞ്ഞു ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിനൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ അനുസരിച്ച് മാത്രം ഇത് യൂസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഈ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് മിക്സ് 3 drops ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കാരിയർ ഓയിലിന്റെ കൂടെ നമുക്ക് ഒരു 3 to 4 drops മാക്സിമം യൂസ് ചെയ്യുക. അതിൽ കൂടുതൽ യൂസ് ചെയ്താൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പം എല്ലാവരും അതൊന്ന് അറിഞ്ഞിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഹെയറിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഈ എസെൻഷ്യൽ ഓയിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും നമുക്കിത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂസ് ചെയ്യുന്നവര് ഇതിന്റെ സൈഡ് എഫക്ട്സും അല്ലാതെ നല്ല വശങ്ങളും എല്ലാം നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പൊ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഞാനിത് നമ്മുടെ എണ്ണ കാച്ചുമ്പോൾ അതിൽ ഒരു 2-3 drops ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് പേടിയാണ് ഇനി ഉള്ളതും കൂടെ കൊഴിഞ്ഞു പോയാലോ എന്ന് കരുതി. അതുകൊണ്ട് ഞാനൊരു മാക്സിമം ഒരു 4 drops ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിന് നല്ലൊരു മണം കേട്ടോ. നമ്മൾ മറ്റേ ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾ ഒരു ഡ്രോപ്പ് ഒഴിച്ചാലും ഈ മണത്തിലേക്ക് അങ്ങ് മാറും. അപ്പൊ നല്ല മണമാണ്. നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യാൻ ഹെയറിലും നല്ല മണമായിരിക്കും കേട്ടോ. അത് ഇതിന്റെ ഒരു അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ എക്സ്പയറി കൊടുത്തിട്ടില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ കുറെ ഇങ്ങനെ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ എസെൻഷ്യൽ ഓയിൽസിന്റെ കേസിൽ എക്സ്പയറി അങ്ങനെ കൊടുക്കാറില്ല. എക്സ്പയറി ആവുന്നത് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് നാളായി അത് വാങ്ങിച്ചു വെച്ചിട്ട് അതിന്റെ കാലാവധി കഴിയുന്തോറും അതിന്റെ മണവും അതിന്റെ ഗുണവും ഒക്കെ കുറഞ്ഞു വരും. അതാണ് അതിന്റെ എക്സ്പയറി എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ പ്രത്യേകിച്ചൊരു എക്സ്പയറി ഇതിൽ കൊടുത്തിട്ടില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ റോസ്മേരി എസെൻഷ്യൽ ഓയിലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.